to our channel Home Recipe World. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കും അതോടൊപ്പം തന്നെ ഒരു ചോക്ലേറ്റ് ഗനാഷും ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഒരു സിമ്പിൾ മെത്തേഡാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കൊക്കോ പൗഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പ് മതിയാകും. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദാമാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് കൊക്കോ പൗഡർ ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അരിപ്പ വെച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത്രയും കൂടെ നമുക്ക് ഒരു സ്പൂണോ സ്പാറ്റിലായി വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് നമ്മൾ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് 2 കോഴിമുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായിട്ട് ചേർക്കാൻ പാടില്ല. കുറച്ച് നേരം വെളിയിൽ വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഏതെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്മെല്ലൊന്നും ഇല്ലാത്ത ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ. അപ്പം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാല് ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കട്ട കെട്ടാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ നല്ല തടിയുടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലപോലെ കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും നമ്മളിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കട്ട കെട്ടാതെ വേണം ഇത് നമ്മൾ യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ട് ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിന് വൈറ്റ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു വൈറ്റ് വിനീഗർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. അപ്പോൾ വൈറ്റ് വിനീഗർ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മളിത് കേക്ക് ടിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിന്നിവിടെ കേക്ക് ടിന്നായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ പഴയൊരു സോസ് പാനാണ്. അപ്പോൾ ഈ ഒരു സോസ് പാനിൻ്റെ അകത്ത് ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് തടവിയതിന് ശേഷം കുറച്ച് മൈദയുടെ പൊടിയിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കേക്ക് ടിന്നൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇനി ഈ ഒരു ടൈമിൽ തന്നെ ആയിരിക്കണം, ഞാനിന്നിവിടെ ഓവൻ ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. പകരം ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്ത് ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ സമയം തന്നെ ഞാനത് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം നല്ല ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ കേക്കിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും തുടങ്ങിയത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇനി ഈ ഒരു കേക്ക് ടിൻ നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 to 35 മിനിറ്റ്സ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ എടുത്തു ഈ ഒരു കേക്ക് നല്ലതുപോലെ ഒന്ന് ബേക്കായി വരാൻ. അപ്പോൾ ഈ കേക്ക് ബേക്കായോ എന്ന് നോക്കാൻ അറിയാമല്ലോ, നമ്മുടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടൂത്ത് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ കേക്കിലേക്ക് ഒന്ന് കുത്തി നോക്കും. കുത്തി നോക്കുന്ന സമയത്ത് അത് ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് കേക്കിനെ ഒന്ന് മാറ്റാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുക്കുന്നത്. 1 കപ്പ് പാലിലേക്ക്
1/3 കപ്പ് കൊക്കോ പൗഡർ, അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാരയുടെയൊക്കെ അളവ് നമ്മുടെ മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൈദാമാവ്, അത് 1 ടേബിൾ സ്പൂൺ അളവിന് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിപ്പോൾ തണുത്ത ബട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ 2 പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മെൽറ്റഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇത് ഈ ഒരു മിക്സിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനി ഇതൊന്ന് കുറുകി വരണം. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് കിട്ടേണ്ടത്. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 ലെയറായിട്ട്, നമുക്ക് എത്ര ലെയറായിട്ടാണോ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത്രയും ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ മുകൾ ഭാഗം കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഏറ്റവും മുകളിലുള്ള ആ ഒരു ടോപ്പ് സൈഡാണ് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എത്ര ലെയറായിട്ടാണോ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് അത്രയും ലെയറായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യമേ നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു ടോപ്പ് ലെയറാണ് ഏറ്റവും താഴെ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഈ ഒരു ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ മിനിമം ഒന്ന് ഇതെല്ലാം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ അകം നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടാണുള്ള കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ പറയാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനി കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.